Hi friends, ഇന്നത്തെ വീഡിയോയിൽ STAAD.Pro ഡയമെൻഷൻ മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാനൊരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഡയമെൻഷനിങ് ആണ് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ ടൂൾ ബാറിൽ നിങ്ങൾക്ക് ഒരു ഡയമെൻഷനിങ് സിമ്പിൾ കാണാം. ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഡിസ്പ്ലേ ഓർ റിമൂവ് ഓർ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സ് കാണാൻ കഴിയും. ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഡയമെൻഷൻ ടു വ്യൂ, ഡയമെൻഷൻ ടു സെലക്റ്റഡ് ബീംസ്, ഡയമെൻഷൻ ടു ലിസ്റ്റ്. അതുപോലെ തന്നെ ഈ ഡയമെൻഷൻ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഡയമെൻഷൻ ചെയ്തിട്ടുള്ള ആ ഡയമെൻഷനിങ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേയിൽ ഡയമെൻഷൻ ടു വ്യൂ ആണ്. ഈ ഒരു ഫിഗറിൽ എല്ലാ ബീംസിൻ്റെയും ഡയമെൻഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേയിൽ ഡയമെൻഷൻ ടു വ്യൂ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഡിസ്പ്ലേയിൽ ഡയമെൻഷൻ ടു വ്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ബീമിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിലുള്ള എല്ലാ ബീമുകളുടെയും ഡയമെൻഷൻസ് വ്യൂ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫിഗറിലുള്ള എല്ലാ ഡയമെൻഷൻസും ഇൻവിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേയുടെ തൊട്ടടുത്തുള്ള റിമൂവ് എന്നുള്ള ഐക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഡയമെൻഷൻ ടു വ്യൂവിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം റിമൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഡിസ്പ്ലേ ആയിട്ടുണ്ടായിരുന്ന എല്ലാ ഡയമെൻഷൻസും റിമൂവ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ബീമിൻ്റെ മാത്രം ഡയമെൻഷൻസ് കാണിക്കാനുള്ളതാണ്. ഇതിൽ ഞാനൊരു ബീം സെലക്ട് ചെയ്തു. ഈ ഒരു ബീമിൻ്റെയാണ് എനിക്ക് ഡയമെൻഷൻ കാണേണ്ടത്. അതിനായിട്ട് ഡിസ്പ്ലേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡയമെൻഷൻ ടു സെലക്റ്റഡ് ബീം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരുന്ന ഈ ബീമിൻ്റെ ഡയമെൻഷൻ ഇവിടെ കാണാനായി. ഇനി എനിക്ക് ഈ ഒരു സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ബീമിൻ്റെ ഡയമെൻഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീം സെലക്ട് ചെയ്തതിന് ശേഷം റിമൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡയമെൻഷൻ ടു സെലക്റ്റഡ് ബീംസ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിമൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബീമിൻ്റെ ഡയമെൻഷനിങ് ഇൻവിസിബിൾ ആയി കഴിഞ്ഞു. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ ടു ലിസ്റ്റ്, അതായത് നമുക്ക് ഏതൊക്കെ ബീമിൻ്റെയാണ് ഡയമെൻഷൻ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോളത്തിൽ ആ ബീമുകളുടെ എല്ലാം നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ എല്ലാം ഡയമെൻഷൻസ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം ബീമുകളുടെ എല്ലാം നമ്പറുകൾ എനിക്ക് കിട്ടേണ്ടതുണ്ട്. അതിന് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ബി ക്ലിക്ക് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ബി എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്തു. അപ്പോൾ ഈ ഫിഗറിലെ എല്ലാ ബീമുകളുടെയും നമ്പേഴ്സ് കാണാൻ സാധിച്ചു. ഇതിനുശേഷം ഡിസ്പ്ലേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഡയമെൻഷൻ ടു ലിസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വരുന്ന താഴെയുള്ള ഈ കോളത്തിൽ ഞാൻ നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാണ്. എനിക്ക് 3 എന്നുള്ള ബീമിൻ്റെ ഡയമെൻഷൻ വേണം. അതിനുശേഷം അടുത്തത് എനിക്ക് 7 എന്നുള്ള ബീമിൻ്റെയാണ് ഡയമെൻഷനിങ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് 3 ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇടുക. സ്പേസ് ഇട്ടതിന് ശേഷം 7 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത ബീമിൻ്റെ നമ്പർ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്പേസ് ഇടുക. അതായത് ബീമുകളുടെ നമ്പറുകളുടെ ഇടയ്ക്ക് സ്പേസ് ഇട്ടിരിക്കണം. അതിനുശേഷം ഞാൻ കാണുന്നത് 5 എന്നുള്ള ബീമിൻ്റെ ഡയമെൻഷനിങ് ആണ്. ഇങ്ങനെ 3, 7, 5 ഈ ഒരു ബീമുകളുടെയാണ് ഡയമെൻഷനിങ് എനിക്ക് കാണേണ്ടത്. ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടല്ലോ, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്ന ബീമുകളുടെ എല്ലാം ഡയമെൻഷനിങ് ഇവിടെ കാണാൻ സാധിച്ചു. ഇനി ഇവയുടെ എല്ലാം ഡയമെൻഷന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേയുടെ തൊട്ടടുത്തുള്ള റിമൂവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡയമെൻഷൻ ടു ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബീമുകളുടെ നമ്പേഴ്സ് സ്പേസ് ഇട്ടിട്ട് ടൈപ്പ് ചെയ്യുക.
3 ടൈപ്പ് ചെയ്തു, സ്പേസ് ഇട്ടിട്ട് 7 ടൈപ്പ് ചെയ്തു, സ്പേസ് ഇടുക, 5 ടൈപ്പ് ചെയ്തു, എന്നിട്ട് റിമൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇതിലുള്ള ബീമിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ബീമുകളുടെ എല്ലാം ഡയമെൻഷനിങ് ഇൻവിസിബിളായി. ഇനി ഇതിൽ കുറച്ച് നൊട്ടേഷൻ, അതായത് മീറ്ററിൻ്റെ എമ്മുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ എം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ ടു വ്യൂവിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് റിമൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയമെൻഷനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നൊട്ടേഷൻസും ഇവിടെ നിന്നും ഇൻവിസിബിളായി കഴിഞ്ഞു. ഇതാണ് ഒരു ടൈപ്പ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം മറ്റൊരു മെത്തേഡ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോഡിൽ നിന്നും അടുത്ത നോഡിലോട്ടുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ടൂൾസ് എന്നുള്ള ബട്ടൺ ഞാൻ പ്രസ് ചെയ്തു. അതിൽ ഡിസ്പ്ലേ നോഡ് ടു നോഡ് ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഏത് നോഡിൽ നിന്നാണോ എനിക്ക് ഡയമെൻഷനിങ് ചെയ്യേണ്ടത് ആ നോഡ് ക്ലിക്ക് ചെയ്തു. ഏത് നോഡിലോട്ടുള്ള ഡയമെൻഷനാണ് കാണേണ്ടത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ നോഡ് ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ചെയ്ത നോഡ് ഇതാണ്, സെക്കൻഡ് സെലക്ട് ചെയ്തിരിക്കുന്ന നോഡ് ഇതാണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ കാണിച്ചു. ഇതുപോലെ തന്നെ കാണാം, ഞാനിപ്പോൾ ഈ നോഡ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഈ നോഡ് സെലക്ട് ചെയ്തു. ഇവിടെ അതിൻ്റെ ഡയമെൻഷനിങ് കണ്ടു. ഇനി ഈ ഡയമെൻഷൻ നോഡ് ടു നോഡ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഡയമെൻഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസിൽ ഓപ്ഷനിൽ തന്നെ ഡിസ്പ്ലേ നോഡ് ടു നോഡ് ഡിസ്റ്റൻസിൻ്റെ താഴെയായിട്ടുള്ള റിമൂവ് നോഡ് ഡയമെൻഷനിങ് ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫിഗറിലുള്ള ഡയമെൻഷനിങ് ചെയ്യുന്നത്. ബീംസിൻ്റെ ഡയമെൻഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡയമെൻഷൻ്റെ ഈ സിമ്പലിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ബീമിൻ്റെ നമ്പേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബീം സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിലുള്ള എല്ലാ ബീമിൻ്റെയും ഡയമെൻഷൻസ് വ്യൂ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നോഡുകൾ തമ്മിലുള്ള ഡയമെൻഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്പ്ലേ നോഡ് ടു നോഡ് ഡിസ്റ്റൻസ് വഴിയാണ് നമ്മൾ നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയമെൻഷനിങ് ചെയ്യുന്നത്. ഈ 2 മെത്തേഡിലാണ് ഫിഗറിൽ നമ്മൾ ഡയമെൻഷനിങ് ചെയ്യുന്നത് STAAD.Pro-യിൽ.